കാസർഗോഡ് ആദൂർ പഞ്ചിക്കല്ല് AUP സ്കൂൾ വരാന്തയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ചോരക്കുഞ്ഞിനെ കണ്ടെത്തിയ സംഭവത്തിൽ അഭ്യൂഹങ്ങൾക്ക് വിരാമം. ആദൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ കുഞ്ഞിന്റെ മാതാവിനെ കണ്ടെത്തി. അവശനിലയിൽ കണ്ടെത്തിയ ഈ യുവതിയെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ആദൂർ പഞ്ചിക്കല്ല് AUP സ്കൂൾ വരാന്തയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ചോരക്കുഞ്ഞിൻ്റെ മാതാവിനെ കണ്ടെത്തി. അവശനിലയിൽ കണ്ടെത്തിയ അവിവാഹിതയായ യുവതിയെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആദൂർ പോലീസ് ഡോഗ് സ്ക്വാഡിൻ്റെ സഹായത്തോടെ വീടുകൾ കയറിയിറങ്ങി നടത്തിയ പരിശോധനയിലാണ് ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ മാതാവിനെ കണ്ടെത്തിയത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് സ്കൂൾ വരാന്തയിൽ തുണിയിൽ പൊതിഞ്ഞ നിലയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ആദൂർ പോലീസ് സ്ഥലത്തെത്തുകയും കുഞ്ഞിനെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടെ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞ് വയനാട് വനത്തിൽ ഒളിവിൽ കഴിയുന്ന മാവോയിസ്റ്റ് ജിഷയുടേതാണെന്ന സംശയം കർണാടക പോലീസ് ഇന്റലിജൻസ് കേരള പോലീസിനെ അറിയിച്ചിരുന്നു. അടുത്തിടെ കർണാടക വനാതിർത്തിയിലേക്ക് മാറിയ യുവതി പ്രസവിച്ചിരിക്കാമെന്നും പ്രസ്തുത കുഞ്ഞിനെയായിരിക്കും സ്കൂൾ വരാന്തയിൽ ഉപേക്ഷിച്ചിരിക്കുവാൻ സാധ്യതയെന്നുമാണ് കർണാടക പോലീസ് അറിയിച്ചത്. ഇതോടെ സംഭവത്തിൽ ആദൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. ഡോഗ് സ്ക്വാഡ്, വനിതാ പോലീസുകാർ എന്നിവരടങ്ങിയ പോലീസ് സംഘം തിങ്കളാഴ്ച രാവിലെ മുതൽ സ്കൂളിൻ്റെ സമീപ പ്രദേശങ്ങളിലെ ഓരോ വീടും കയറിയിറങ്ങുകയും പരിശോധന നടത്തുകയും ചെയ്തു. ഒരു വീട്ടിലെത്തിയപ്പോൾ 32-കാരിയായ യുവതിയെ അവശനിലയിൽ കണ്ടെത്തി. വനിതാ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുഞ്ഞിൻ്റെ മാതാവ് താനാണെന്ന് യുവതി വെളിപ്പെടുത്തിയത്. തുടർന്ന് യുവതിയെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞിൻ്റെ മാതൃത്വം ഉറപ്പാക്കുന്നതിന് DNA ടെസ്റ്റ് നടത്തുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതേസമയം അവിവാഹിതയായ 32-കാരി ഗർഭം ധരിച്ചത് ആരിൽ നിന്നാണെന്ന് കണ്ടെത്തുവാനായിട്ടില്ല. ഇയാളെ കണ്ടെത്തുവാനുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.